ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ആ തങ്കം ചേട്ടനും ആ പുള്ളിക്കാരത്തും ചോദിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരത്ത് ചോദിക്കേണ്ടത്, എന്നാലും എൻ്റെ കൊച്ചെ ഇത്ര പെട്ടെന്ന് കല്യാണം നടത്താനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അല്ല, നീയും ആ അശ്വിൻ സാറോ എന്ന് പറഞ്ഞ ആ ചെക്കനും തമ്മിൽ എന്തെങ്കിലും പ്രണയമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ആ ശാന്തമ്മ എന്ന് പറഞ്ഞ ചേച്ചി ചോദിക്കുന്നുണ്ട്, അതോ വേറെന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ തങ്കച്ചേട്ടൻ പറഞ്ഞിട്ട്, നീ ഒന്ന് പോകാൻ നോക്കിയതേ, പൈസ എന്തായാലും അടുത്ത ആഴ്ച തരണം കേട്ടോ, നീ പോകാൻ നോക്കുക, എന്നാലും അറിയേണ്ടതൊക്കെ അറിഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞു പറഞ്ഞല്ലോ, ഇനി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ശാന്തമ്മ എന്ന ചേച്ചിനെ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. ശേഷം ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, നാട്ടുകാർ അങ്ങനെ പലതും പറയും, നിന്റെ വീട്ടുകാരുടെ അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ, അവരും വല്ലാത്ത വിഷമത്തിലാണ്, ഇതുപോലത്തെ വർത്തമാനം തന്നെയാണ് എല്ലാവരുടെ വായിന്നും കേൾക്കുന്നത്, എന്നാലും ഇതെന്ത് പറ്റി കൊച്ചു നിനക്ക് എന്ന് ചോദിക്കുകയാണ്. രംഗചേട്ടാ, അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് ശ്രുതി പറയുന്നുണ്ട്. ശരി, എന്തെങ്കിലും ആവട്ടെ, നിൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല, നിങ്ങളുടെ കല്യാണ സമയത്ത് എൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണമായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്, അതുകൊണ്ട് നിൻ്റെയും പ്രീതിയുടെയും വിവാഹം കാണാൻ സാധിച്ചില്ല എന്ന് പറയാണ്. ഇപ്പം മോള് വീട്ടിലേക്കല്ലേ, ഒറ്റക്കാണോ, ഭർത്താവ് വന്നില്ലേ, വരും, കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് പറയാണ്. ശരി, എന്നാൽ മോള് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ശ്രുതി വാതിൽ ഡോറിങ്ങനെ ബെല്ലടിച്ചതിന് ശേഷം അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ. അത് തുറക്കണത് അമ്മയാണ്. അമ്മ നോക്കുമ്പോഴേക്കും മുറ്റത്ത് ആരെയും കാണുന്നില്ല. ഇതാരാ ഈ ബെല്ലടിച്ചത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് തിരിഞ്ഞ് നോക്കുമ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നത് കാണുന്നത്. ശ്രുതി വല്ലാതെ സന്തോഷത്തിൽ തന്നെ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അമ്മ മൈൻഡും ചെയ്യുന്നില്ല കേട്ടോ. ശേഷം ശ്രുതി വേഗം തന്നെ വരുന്നുണ്ട്. കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വേഗം കയറി വരുവാണ്. ഞാനൊരു 2 മിനിറ്റ് വൈകിയപ്പോഴേക്കും അമ്മായി ചേച്ചിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് എന്ത് പണിയാണ് അമ്മായി കാണിച്ചത് എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ മുമ്പ് തൊട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെയാണ് എന്നോട് എന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും അത് കൊള്ളാം, ചേച്ചി ഇങ്ങോട്ട് വന്നില്ലേ, അതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നു, എന്തായാലും ഒരു ചടങ്ങുണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന ചടങ്ങ്, അതുകൊണ്ട് ഞാൻ വന്നത് നിങ്ങൾക്കുള്ള എല്ലാവർക്കുള്ള സമ്മാനം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. നീ ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അമ്മായി പറയാണ്. അത് അമ്മായി പറഞ്ഞാൽ മതിയോ, എനിക്ക് നിങ്ങളൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നിങ്ങളൊക്കെ കാണണം, സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. എന്നിട്ടായിരിക്കും നീ ആ പരിപാടി ചെയ്തത്, നിൻ്റെ പേരിൽ എത്രമാത്രം നാണം കിട്ടുമെന്ന് അറിയാവോ. ഞാൻ നോക്കമ്മേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും എന്നോട് ക്ഷമ തരാറുള്ളതല്ലേ, എന്താ ഈ പ്രാവശ്യം മാത്രം ക്ഷമിക്കാത്തത്, അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണ് നീ ചെയ്തത്, നീ കാരണം ആ മനോരമയുടെ വായിന്ന് എന്തുമാത്രം വർത്താനോ ഞങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നത്, 2 പെമ്പിള്ളേരും അഴിച്ചു വിട്ടേക്കുവാണെന്ന് വരെ അവർ പറഞ്ഞില്ലേ, നീ കാരണം നിൻ്റെ ചേച്ചി കൂടി ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് ശ്രുതി അകത്തേക്ക് കയറിപ്പോവാണ്. ഒരു വലിയ വടി എടുത്തുകൊണ്ടാണ് വരുന്നത്. അത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്നെ അടിച്ചോളൂ, എത്ര വേണമെങ്കിലും അടിച്ചോളൂ, അമ്മയുടെ ദേഷ്യം മാറുന്നവർ അടിച്ചോളൂ, നടന്നത് എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറയുമ്പോൾ വേണ്ട, നീ ഒന്നും പറയാൻ നിൽക്കണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കും വേണ്ട, നീ ചെയ്ത ഈ തെറ്റ് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല, നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറയുകയാണ്. അമ്മ അത് എന്ന് പറയുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട്, അതെ ഇനി വഴക്കൊന്നും വേണ്ട, അതെ ആകാശേട്ടൻ ഇപ്പോൾ വരും എന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, അതെ ആകാശേട്ടൻ ഇപ്പോൾ വരും, അതിനു മുമ്പ് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് സംസാരിച്ചിട്ടൊക്കെ പിരിയുക എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം, ദേ പ്രേമിയുടെ അടുത്ത് ഇവിടെ പറഞ്ഞയക്കുന്നുണ്ടോ അതോ ഞാൻ പറഞ്ഞയക്കണോ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ വേണ്ട, നിങ്ങൾക്ക് കഴിഞ്ഞ ഇത്രമാത്രം ഇഷ്ടക്കുറവും വെറുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ എന്തായാലും പോകുവാണ്, ദേ ഈ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്കുള്ളതാണ്, ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അതിനുശേഷം ശ്രുതി പെട്ടെന്ന് തന്നെ അച്ഛനെ നോക്കുന്നുണ്ട്. അച്ഛനും എന്നോട് പിണക്കമാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊന്നും മിണ്ടുന്നില്ല. ശരി, എല്ലാവർക്കും പിണക്കായ സ്ഥിതിക്ക് ഞാൻ പോവാ, ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ട, നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തിട്ട് പോവാൻ നോക്ക് എന്ന് അമ്മ ഒന്നും കൂടി പറയാണ്. ശ്രുതി വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്ക് പോവാണ്. എന്നിട്ട് ഫോണിൽ വിളിക്കണമൊന്നുമില്ല, അശ്വിനെ വിളിക്കണ പോലെ വെറുതെ കാണിക്കും കേട്ടോ. അതെ ഞാനിവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൻ്റെ അവിടെ മുമ്പിൽ നിന്നോളാം, അവിടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഫോണിൽ സംസാരിക്കുകയാണ്. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ട് അമ്മയടുത്ത് പറഞ്ഞിട്ട്, അശ്വിൻ ചേട്ടനെ വിളിച്ചത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, എൻ്റെ അമ്പലത്തിന് മുമ്പിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോകുക എന്ന് പറയുമ്പോൾ തന്നെ അമ്മായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കോ എന്ന് പറയാണ്. അത് വേണ്ട അമ്മായി, അത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോവാട്ടോ. ജസ്റ്റ് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അവർ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി കരഞ്ഞുകൊണ്ട് നേരെ പോണത് അമ്പലത്തിലേക്കാണ്. അതേസമയം അശ്വിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതി അശ്വിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഹലോ പ്രീതി പറ എന്ന് പറയുമ്പോൾ നിങ്ങൾ സേഫായിട്ട് വീട്ടിലെത്തിയല്ലോ അല്ലേ. എന്താ പ്രീതി പറഞ്ഞത്. അല്ല ശ്രുതി അശ്വിനെ വിളിക്കണത് ഞാൻ കണ്ടിരുന്നു, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. അവളെ വീട്ടിൽ വെച്ചിട്ട് അമ്മയും കുറേ വഴക്ക് പറഞ്ഞു, ഭക്ഷണം പോലും കഴിക്കാണ്ട അവൾ ഇറങ്ങിയത്, എനിക്ക് ഒരു സമാധാനമില്ല, അതുകൊണ്ടാണ് വിളിച്ചത്, ശ്രുതി കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഉണ്ട് പ്രീതി എന്ന് പറയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അമ്മായി പ്രീതിനെ വിളിക്കുന്നുണ്ട്. പ്രീതി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ദേ അമ്മായി വിളിക്കുന്നതിനെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രീതി ഫോൺ വെക്കുവാണ്. പെട്ടെന്ന് തന്നെ അഞ്ജലി വരുന്നുണ്ട്. ആരാ കുഞ്ഞെ വിളിച്ചത്, ശ്രുതിയാണോ. അതെ ശ്രുതിയാ, എന്തായി അവിടെ, അവൾക്ക് ആർക്കും ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ, എല്ലാവരും നന്നായിട്ടല്ലേ അവളോട് സംസാരിച്ചത്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ.
ഇല്ല സത്യം പറ കുഞ്ഞ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളെ വീട്ടുകാർ വഴക്ക് പറഞ്ഞോ? ഇല്ല ചേച്ചി, ഒരു പ്രശ്നമില്ല. ശ്രുതി എന്നെ വിളിച്ചത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറയാനായിട്ടാ. ആണോ? എങ്കിൽ ശരി, ഞാൻ പോവാ ചേച്ചി എന്ന് പറയുമ്പോൾ, അതെ നീ ആകാശം പോകാൻ വേണ്ടി ഇറങ്ങണ്ട, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചേ പോയിക്കോ. ഒരു വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്? അത് വേണ്ട ചേച്ചി, എനിക്ക് ഓഫീസിൽ പോയിട്ടണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ചേച്ചി ആകാശുണ്ട്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പെട്ടെന്ന് തന്നെ ആകാശ് പോകണം മുമ്പ് തന്നെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ശേഷം ശ്രുതിയുടെ വീടിനടുത്തുള്ള കടകളിലും വഴികളിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവിടെയൊന്നും തന്നെ ശ്രുതിനെ കാണുന്നില്ല. ശ്രുതി നേരെ പോയിരിക്കുന്നത് അമ്പലനടയിലേക്കാട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും കയറുന്നില്ല. എന്നിട്ട് അവിടെ അമ്പലത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്തായാലും ഈ അമ്പലത്തിൽ വരില്ല, ഞാൻ ഏത് സമയവും കുട്ടീഷ്ണ എന്ന് വെച്ചിട്ട് നിന്നെ എപ്പോഴും വിളിക്കാറുള്ളതല്ലേ, എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നല്ലോ, ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ എൻ്റെ അബദ്ധത്തിൽ പോലും നിൻ്റെ പേര് ഞാൻ പറയില്ല, അമ്പലത്തിൽ ഞാൻ കയറത്തുമില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് പിറുവിറുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ അടുത്തുള്ള കടകളിലും റോട്ടിലൊക്കെ ശ്രുതിനെ അന്വേഷിക്കുന്നുണ്ട്. അവിടെയൊന്നും കാണാതാകുമ്പോൾ ശ്രുതിയുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കൂടി പോകുന്നുണ്ട്. അവിടെയൊന്നും ആരെയും കാണുന്നില്ല. ശേഷം റെയിൽവേ സ്റ്റേഷൻ പാലത്തിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്. അവിടെയും കാണാതാകുമ്പോഴേക്കും അശ്വിൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അശ്വിൻ വീണ്ടും ശ്രുതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും ആരും എടുക്കുന്നേ ഇല്ല. ഇവൾക്ക് എന്താ ഫോൺ എടുത്താലെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ വീണ്ടും ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ശേഷം ഒരു കടയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ വഴി ഒരു പെൺകുട്ടി പോയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ കണ്ടിട്ടില്ല സർ എന്നൊക്കെ പറയാണ്. അശ്വിൻ വീണ്ടും ഫോണിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്നാണ് അമ്പലത്തിൽ ഇങ്ങനെ മണി അടിക്കുന്ന ഒച്ച, അതായത് നട തുറന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ശ്രുതി ഇങ്ങനെ പറയുകയാണ്, അമ്പലത്തിൽ വന്ന സ്ഥിതിക്ക് നട തുറന്ന് ഭഗവാനെ കാണാണ്ട് പോകുന്നത് തെറ്റാണ്, അത് ശരിയല്ലെന്ന് പഴമക്കാർ പറയാറ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി പോയേക്കാം, അല്ലാണ്ട് നിങ്ങളുടെ പിണക്കം മാറിയിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ കയറുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ. അപ്പോൾ ഭയങ്കര മണിയടിക്കുന്ന ഒച്ചയും അതുപോലെ തന്നെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ആരതിയുടെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് തിരക്കാണ്. അപ്പോൾ ശ്രുതിനെ ഇങ്ങനെ അശ്വിൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് ഇങ്ങനെ വീഴുവാണ്. ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ആ ഫോൺ ഒരു ചേച്ചി കാലുകൊണ്ട് അമർത്തുമ്പോഴേക്കും ഫോൺ പെട്ടെന്ന് ഓൺ ആവാതെ, അത് ഫോൺ അറ്റൻഡ് ആവുക കേട്ടോ. അശ്വിനിങ്ങനെ ഹലോ ശ്രുതി കേൾക്കുന്നില്ലേ, ഞാൻ പറയണ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫോൺ ശരിക്കും നിലത്താണ് കിടക്കുന്നത്. ഫോൺ ഇങ്ങനെ ബെല്ലടിക്കണ ശ്രുതി കേൾക്കുന്നില്ല. അപ്പോൾ അവിടെ മണിയടിയുടെ ഒച്ച എന്ത് പ്രാർത്ഥനയുടെ ഒച്ചയൊക്കെ അശ്വിൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അശ്വിനെ മനസ്സിലാവാണ് ഇത് ഏതൊരു അമ്പലത്തിൽ നിന്നാണ് ഒച്ച കേൾക്കണമെന്ന്. അശ്വിൻ തൊട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ശ്രുതിയുടെ വീടിനടുത്ത് ഒരു അമ്പലം ഉണ്ടല്ലോ, കൃഷ്ണൻ്റെ അമ്പലം, അവിടെ നിന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അശ്വിൻ നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് വണ്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഒച്ച വീണ്ടും കൂടി വരുവാണ് ഫോണിൽ നിന്നുള്ള ഒച്ച. അത് ഈ അമ്പലത്തിൽ തന്നെയാണ് ശ്രുതി ഉള്ളത് എന്ന് അശ്വിൻ മനസ്സിലാക്കുകയാണ്. ആ സമയം ശ്രുതി ഇതൊന്നും തന്നെ അറിയുന്നില്ല കേട്ടോ. അശ്വിൻ വീണ്ടും ഹലോ ശ്രുതി, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ, നീ അമ്പലത്തിലാണോ, ഹലോ എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അമ്പലത്തിൽ ഭഗവാനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എനിക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല, വേറെ എനിക്ക് ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി ഈ അമ്പലത്തിൽ തന്നെ നടയിൽ തന്നെ ഞാൻ ഇരിക്കാൻ പോവാം, ഇനി ആരും എനിക്ക് വേണ്ട, ആരും എന്നെ അന്വേഷിച്ചും വരണ്ട, എവിടേക്കും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ അമ്പലത്തിന് മുമ്പിലേക്ക് എത്തുന്നുണ്ട്. മുമ്പിലേക്ക് എത്തുമ്പോഴും ശ്രുതി അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. അശ്വിൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ശ്രുതി അമ്പലത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അശ്വിൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അങ്ങനെ ശ്രുതി അശ്വിനെ കാണുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.